നമസ്കാരം, ഞാൻ ഡോക്ടർ അനന്തു സഹദേവൻ, കല്ലിശ്ശേരിയിലെ ഡോക്ടർ കെ.എം. ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടൻറ്റ് സർജനാണ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പൈലോനൈഡൽ സൈനസ് അല്ല പൈലോനൈഡൽ ആപ്സസ് എന്ന അസുഖത്തിനെ കുറിച്ചാണ്. ഇത് യൂഷ്വലി എല്ലാവരും പറയുന്നത് ടെയിൽ ബോണിൻ്റെ അടുത്ത് വേദന, അല്ലെ അവിടുന്ന് നീര് കാര്യങ്ങൾ വരിക, അല്ലെ ബട്ടക്സിന് നടുവിലുള്ള ക്ലെഫ്റ്റിൽ അവിടെ എന്തെങ്കിലും പഴുപ്പോ കാര്യങ്ങളോ തടിപ്പ് അതൊക്കെ വരിക, ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും പഴുപ്പുകൾ ഇരിക്കുക, അതൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇത് യൂഷ്വലി വരുന്നത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് അകത്ത് കയറി ഇൻഫെക്ഷൻ ആകുന്നതാണ്. ഇതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പഴുത്ത് അത് ഇൻഫെക്ഷൻ ആയിരിക്കും പഴുപ്പ് മാറ്റുകയും ആ ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുന്ന ചുറ്റുവട്ടത്തുള്ള ടിഷ്യൂസ് ഒക്കെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. ഈ സർജറി കുറച്ച് വേദന ഉണ്ടാകുന്നൊരു സർജറിയാണ്. അതിൽ നമുക്കൊരു 10-15 സ്റ്റിച്ചുകൾ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. ഇപ്പോൾ പുതിയ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് അതിൽ നമുക്ക് ലേസർ വെച്ച് ഈ സർജറികൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ലേസർ വെച്ച് ചെയ്യുന്ന സർജറികളിൽ നമുക്ക് വീഡിയോ അസിസ്റ്റഡ് ലേസർ അബ്ലേഷൻ ഓഫ് പൈലോനൈഡൽ സൈനസ്, അതല്ലെങ്കിൽ വലാപ്സ് എന്നാണ് പറയുന്നത്. ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈലോനൈഡൽ സൈനസ്, അതായത് ഈ പഴുപ്പ് വരുന്ന ദ്വാരത്തിലൂടെ തന്നെ ചെറിയ സൈസുള്ള ക്യാമറ കടത്തി വിട്ട് അകത്തുള്ള ഈ ഹെയർ ഫോളിക്കിൾസിനെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസിനെ നമ്മൾ റിമൂവ് ചെയ്യുകയും ആ ഗ്യാപ്പിലൂടെ തന്നെ ലേസറിൻ്റെ പ്രോബ് കടത്തി വിട്ട് ആ ഏരിയ കരിച്ച് കളയുകയും ചെയ്യുന്നതാണ് ഈ സർജറി. ഈ സർജറിയുടെ അഡ്വാൻറ്റേജ് ഇതാണ്: നമ്മൾ ലേസർ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് ഈ 10-15 തുന്നലുകളോ നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും വേണ്ട. പിന്നെ സർജറി കഴിഞ്ഞിട്ടുള്ള വേദന കാര്യങ്ങളൊക്കെ കുറവുകളായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ പുതിയ രീതിയിലുള്ള സർജറിയുടെ അഡ്വാൻറ്റേജ്. ലേസർ കൊണ്ട് ചെയ്യുന്ന സർജറിയുടെ അഡ്വാൻറ്റേജസ് അതാണ്. അതുപോലെ തന്നെ നമുക്ക് ജോലിയിലേക്ക് മടങ്ങുകയും നേരത്തെ തന്നെ ഇരിക്കുന്നതിനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ എല്ലാം കുറഞ്ഞു കിട്ടും.